നിങ്ങൾ കൊഴുപ്പുള്ളൊരു ഭക്ഷണം കഴിക്കാന്ന് വിചാരിക്കുക. ഭക്ഷണം വായിലെത്തി ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഭൂരിപക്ഷം ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു യാത്ര. ആളുകൾ പറയും കൊളസ്ട്രോൾ ഒരു വില്ലനാണ്. കൊളസ്ട്രോൾ യഥാർത്ഥത്തിൽ ഒരു വില്ലനാണോ അതോ ഈ യാത്രയാണോ ഇതിൽ അപകടം? നമുക്ക് നോക്കാം. ഈ യാത്രയുടെ ഒന്നാമത്തെ ഭാഗം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വായിലെത്തുന്നു, അത് കഴിഞ്ഞ് ആമാശയത്തിലെത്തുന്നു, അതിനുശേഷം അത് ചെറിയ കുടൽ അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നു. ഇവിടെ വെച്ചിട്ട് ഭക്ഷണം ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നായി വേർതിരിയുന്നു. പക്ഷേ ഈ വേർതിരിക്കപ്പെട്ട കൊളസ്ട്രോളിന് ഒരു കുഴപ്പമുണ്ട്. അത് വെള്ളത്തിൽ അലിയൂല, നമ്മൾ ഓയിൽ വെള്ളത്തിൽ ഒഴിച്ച പോലെ. അപ്പൊ അതിനൊരു സഹായി വേണം. അവിടെയാണ് പിത്തസഞ്ചിയിൽ നിന്ന് വരുന്ന ബൈൽ അഥവാ പിത്തം ഒരു സഹായിയായി മാറുന്നത്. അങ്ങനെ കൊളസ്ട്രോളിനെയും ഫാറ്റിനെയും ഈ പിത്തം പൊതിയാണ്. ഇതിനെ നമ്മൾ മൈസേൽ എന്ന് പറയും. ഇങ്ങനെ ആ മൈസേൽ കുടലിന്റെ ഭിത്തികളിലൂടെ നുഴഞ്ഞു കയറുകയാണ് രക്തത്തിലേക്ക്. ഇവിടെ രണ്ടാമത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ രക്തത്തിലെത്തിയാലും പ്രശ്നമുണ്ട്. രക്തം കൂടുതലും വെള്ളമാണ്. കൊളസ്ട്രോളിന് വെള്ളം പറ്റില്ല. ഇവിടെ വെച്ച് രക്തത്തിൽ പുതിയൊരു സഹായി രംഗപ്രവേശനം ചെയ്യാണ്. ഇതിന്റെ പേരാണ് ഖൈലോമൈക്രോൺസ്. ഇതിന്റെ സഹായത്തോടെ കൊളസ്ട്രോൾ ഇങ്ങനെ യാത്ര ചെയ്യാണ് ലിവറിലേക്ക്, അതുപോലെ മസിലുകളിലേക്ക്. ഇങ്ങനെ ലിവർ എന്നുള്ള ഒരു വലിയ ട്രാൻസ്പോർട്ട് സ്റ്റേഷനിലേക്ക് കൊളസ്ട്രോൾ എത്തിപ്പെടാണ്. ഇവിടെ വെച്ച് ഈ യാത്രയുടെ മൂന്നാമത്തെ ഘട്ടം തുടങ്ങുകയാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള രണ്ട് തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാണ്. ഒന്ന് LDL, നമ്മളെല്ലാവരും ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയും. ഈ LDL ഒരു ഡെലിവറി ലോറി പോലെയാണ്. ലിവറിൽ നിന്നും കൊളസ്ട്രോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ലിവറിൽ നിന്നുണ്ടാവുന്ന രണ്ടാമത്തതാണ് HDL, അതായത് ക്ലീൻ ചെയ്യുന്ന കൊളസ്ട്രോൾ. പുറമേ നിന്നുള്ള കൊളസ്ട്രോളിനെ ലിവറിലേക്ക് ക്ലീൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്ന HDL അഥവാ നല്ല കൊളസ്ട്രോൾ. യഥാർത്ഥത്തിൽ LDL ഒരു അപകടകാരിയല്ല. അത് അപകടകാരിയാവുന്നത് ഓക്സിഡൈസേഷൻ നടക്കുമ്പോഴാണ്. എന്ന് വെച്ചാൽ ഓക്സിഡൈസ്ഡ് ആവുമ്പോഴാണ്. അപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ചീത്ത കൊളസ്ട്രോൾ ആവുന്നത്. ഈ യാത്രയുടെ നാലാമത്തെ ഘട്ടത്തിലാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. കൊളസ്ട്രോൾ വഹിച്ചു കൊണ്ടുപോകുന്ന LDL എന്ന ലോറി ഭിത്തികളിൽ പോയി ഇടിക്കുന്നു, ആക്സിഡന്റ് ആവുന്നു. ലോറിയിൽ കൊണ്ടുപോകുന്ന കൊളസ്ട്രോൾ പുറത്തേക്ക് തെറിച്ചു പോകുന്നു. ആക്സിഡന്റ് നടക്കുമ്പോൾ അവിടേക്ക് പോലീസും ആംബുലൻസും ഓടിയെത്താണ്. ഇതാണ് വെളുത്ത രക്താണുക്കൾ, ശരീരത്തിന്റെ റിപ്പയറിംഗ് മെക്കാനിസം. പക്ഷേ ഒരു രക്ഷപ്പെടുത്തൽ നടക്കുന്നതിന് പകരം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ ഒരു ചേറ് രൂപപ്പെടുകയാണ്. ഇതിനെ നമ്മൾ പ്ലാക്ക് എന്ന് പറയുന്നു. ഈ പ്ലാക്ക് പതുക്കെ പതുക്കെ ബ്ലോക്ക് ആയിട്ട് മാറും. ഇതാണ് അഥീറോസ്ക്ലെറോസിസ്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ ചേറ് പൊട്ടിപ്പോവാണ്. ആ സമയത്ത് ഹൃദയാഘാതം അഥവാ അറ്റാക്ക് സംഭവിക്കുന്നു. നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് അല്ല. ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കോശങ്ങളുടെ ഭിത്തികൾ ഉണ്ടാക്കണമെങ്കിൽ, വൈറ്റമിൻ ഡി ഉണ്ടാക്കണമെങ്കിൽ, ഹോർമോൺസ് ഉണ്ടാക്കണമെങ്കിൽ, ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ എല്ലാം കൊളസ്ട്രോൾ കൂടിയേ മതിയാവും. പക്ഷേ ഈ കൊളസ്ട്രോൾ അഥവാ LDL ഓക്സിഡൈസ് ആവുന്നതാണ് കുഴപ്പത്തിന് കാരണം. അത് തടയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൂടുതലായിട്ട് ഫൈബറുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, മധുരം ഒഴിവാക്കുക, സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുക. ഓർക്കുക, ഇൻഫ്ലമേഷനും ഓക്സിഡൈസേഷനുമാണ് അപകടം. എന്ന് വെച്ചാൽ നീർക്കെട്ടും ഓക്സിഡൈസേഷനുമാണ് കൊളസ്ട്രോളിനെ വില്ലനാക്കുന്നത്. കൊളസ്ട്രോൾ സ്വതവേ ഒരു വില്ലനല്ല.